ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ ഇന്നലത്തെ ലൈവിനകത്ത് എപ്പിസോഡ് തീർന്നു കഴിഞ്ഞിട്ട് ഒരു 3:30 സമയത്ത് 3:30-4 മണി വെളുപ്പാൻ കാലം ആദില, നൂറ, അതുപോലെ ഷാനവാസ്, അനുമോൾ തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവരൊരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഷാനവാസ് ആദിലയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിവിനോട് ഞാൻ സോറി പറയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഷാനവാസിനെ തെറ്റിദ്ധരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഷാനവാസിന് നിലപാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിവിനുമായിട്ടുള്ളൊരു പ്രശ്നം ഷാനവാസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു അലിഗേഷൻ കള്ളമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നതിന് മുമ്പേ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, ലൈവിനകത്ത് ആദിലയും നൂറയും ഇന്നലത്തെ ദിവസം ഫുള്ളൊരു കാടിറക്കി കളിയായിരുന്നു, സെന്റിമെന്റൽ കാടിറക്കി കളിയായിരുന്നു. ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും, ഫുള്ള് സെന്റിമെന്റൽ ആയിരുന്നു. ലൈവിനകത്ത് ഈ ആദിലയും നൂറയും കൂടെ ചേർന്ന് നിന്നിട്ട് കരഞ്ഞ് അവിടെ ചെന്നിരുന്ന് കരഞ്ഞ് വിഴിഞ്ഞിരുന്നിട്ട് ഇവർ കുറേ നേരം ലൈവിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കുറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവിട്ട് ഇവരെ ഫുള്ള് സംഭാഷണമായിരുന്നു. ഇവർ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പുറത്ത് ആരുമില്ല, വീട്ടുകാരില്ല, നാട്ടുകാരില്ല, ആരുമില്ല, നമുക്ക് സപ്പോർട്ടിന് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റിമെന്റൽ കാർഡ് അവർ ഇറക്കി കളിക്കുവാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത് രാവിലെ. അപ്പൊ ഷാനവാസ് ഇവരുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ പെങ്ങളെ പോലെയാണ് കണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും അപമാനം സഹിച്ചതും ഇത്രയും ത്യാഗം സഹിച്ചതും എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ശരിയാണ്, ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഷാനവാസോട് എണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആദില നീ നെവിനെതിരെ ഒരു വൃത്തികെട്ട കാർഡ് ഇറക്കി കളിച്ചെന്ന് നെവിൻ പറഞ്ഞ സമയത്ത് നെവിൻ അത് അവിടെ എല്ലാം പോയി പറയുന്നുണ്ട്, അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ക്യാമറയെ നോക്കി ഒരുപാട് തവണ പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയതാണ് നിനക്കുള്ള പണിയാണിത്, നിന്നെ ലോക്ക് ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഈ വിഷയത്തെ പറ്റിയിട്ട് നീ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, നീ ധൈര്യമായിട്ട് പറഞ്ഞു നിന്റെ കൂടെ ഞാൻ നിൽക്കുമെന്ന്. അപ്പം ആ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞതിന് ഷാനവാസിൻ്റെതായ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവങ്ങൾ ഷാനവാസിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് കൂടെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. അത് എങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് അറിയത്തില്ല. ഇപ്പം നമുക്ക് ഊഹിക്കാം, പിടിച്ച് അല്ലെങ്കിൽ ഈ കംഫർട്ട് അല്ലാത്ത രീതിയിൽ തോളിൽ കൈയിടുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ. അപ്പം അതിൽ കൂടുതൽ നമ്മൾ ലൈവിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത് ഒരു മനുഷ്യന് ഇപ്പം അത് ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് അങ്ങനെ പിടിക്കാതിരിക്കുക, കൈയിടാതിരിക്കുക, ടച്ച് ചെയ്യാതിരിക്കുക, അതാണ് വേണ്ടുന്നത്. അപ്പം അത്രയൊക്കെ പറഞ്ഞിട്ടും നെവിൻ പിന്നെയും ഇത് കാണിച്ചപ്പോഴാണ് ഷാനവാസ് ബിഗ് ബോസിനോട് പരാതി പറഞ്ഞിട്ടുള്ള ബെഡ് മാറാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം ഇവർ കിടക്കുന്ന ഒരു ബെഡിലല്ലായിരുന്നോ. അപ്പൊ ഷാനവാസ് അതുകൊണ്ടാണ് ഈ ആദിലയ്ക്ക് കൂട്ടുനിന്നത്. അപ്പൊ അത് മാത്രമല്ല, ഇവരോടുള്ളൊരു സ്നേഹം കൊണ്ടും ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ പെങ്ങളെ പോലെയാണ് കണ്ടത്, നിങ്ങളെ രണ്ടുപേരും, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഈ ഒരു വിഷയത്തിൽ ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി നിങ്ങളെ അവിടെ ലോക്ക് ചെയ്ത് ലാലേട്ടൻ്റെ മുമ്പിൽ ഈ ഒരു വിഷയം ഭയങ്കര ചർച്ചയാക്കി നിങ്ങളെ തകർത്തേനെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഷാനവാസ് പറയുന്നൊരു, ഞാൻ നിവിനോടൊരു ഞാൻ സോറി പറയാമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സോറി പറയാമെന്നാണ് ഷാനവാസ് പറയുന്നത്. അപ്പോഴും നോക്കണം, സത്യം പറഞ്ഞാൽ ഷാനവാസ് നല്ലൊരു മനുഷ്യനാട്ടോ. ഇവരെ ഈ സെന്റിമെന്റൽ കാർഡിനകത്ത്, ഈ ഒരു സെന്റിമെന്റ്സിനകത്ത് ഷാനവാസ് വീണു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ സോറി പറയാം. അപ്പം നൂറ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തോന്നി ഈ ആദിലയുടെ വീണ്ടും ഒരു നാടകമാണ്. ഈ ആദിലയുടെ സ്വഭാവം അറിയാലോ, അവിടെ പോയി ചാടി ഇവിടെ പോയി ചാടി. റിയാസ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, റിയാസിന്റെ പുറകെയായിരുന്നു. റിയാസ് കൊടുത്ത കുറേ മോട്ടിവേഷൻ പിടിച്ചുകൊണ്ടായിരുന്നു പിന്നെ നടക്കുന്നത്. റിയാസ് വന്നു കഴിഞ്ഞിട്ട് ഈ ആദില എന്താണ് ചെയ്തതെന്നറിയോ, ഈ ആദില എന്ന യക്ഷി ഷാനവാസിന്റെ അടുത്ത് പറയുവാണ്, ഷാനവാസ് നീ പോയി നെവിൻ്റെ അടുത്ത് സോറി പറയണമെന്നോ. അപ്പം ഒരു വെള്ളത്തിലല്ല, രണ്ട് വെള്ളത്തിലല്ല, പല വെള്ളത്തിൽ ചവിട്ടുന്ന ഈ ആദിലെ നമ്പാൻ കൊള്ളത്തില്ല. നമ്പിക്കഴിഞ്ഞാൽ വേറെ വല്ലതും നടക്കും. അപ്പോൾ ആ ആദില ഇന്നലെ ഇറക്കിയ സെന്റിമെന്റൽ കാർഡിനകത്ത് ഷാനവാസ് വീണ്ടും വീണോ, ഇനി അത് ഷാനവാസിന്റെ ഗെയിം പ്ലാൻ ആണോ എന്ന് അറിയത്തില്ല. കാരണം ഷാനവാസിന് അറിയാം ഇത്രയും ഈ ഒരു വിഷയം പുറത്തു പോയി. കാരണം നിലപാടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു ഇത് മാറ്റിക്കളയും. കിട്ടിയ സപ്പോർട്ട് കൂടി പോകുന്ന ഷാനവാസിന് അറിയാം. ഒന്നുകിൽ ഇത് ഷാനവാസിന്റെ ഗെയിം പ്ലാൻ, അല്ലെങ്കിൽ ഇവരെ ഈ സെന്റിമെന്റ്സ് കാർഡിനകത്ത് ഇവരെ മനസ്സലിഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട്, പലവട്ടം പറയുന്നുണ്ട്, ഈ അനീഷിൻ്റെ അടുത്തും പറയുന്നുണ്ട്, അവരെ ഞാൻ പെങ്ങളെ പോലെയാണ് കണ്ടതെന്ന്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഇവരോടുള്ള സ്നേഹം കൊണ്ടിട്ട് നെവിനോട് സോറി പറയുമെന്നും അറിയത്തില്ല. മാത്രമല്ല 3:30 സമയമാണ്, അവിടെ ഇവരെ മാത്രമേ ക്യാമറ ഫോക്കസ് ചെയ്യുമെന്ന് നല്ലപോലെ ഷാനവാസിന് വ്യക്തമായിട്ട് അറിയാം.
അപ്പം ഈ സോറി പറയണോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സോറി പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തീർന്നു. ഷാനവാസിന്റെ ഒരു നിലപാട് നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ഷാനവാസിന്റെ ഗെയിം പ്ലാൻ ആണെന്ന് അറിയത്തില്ല. പക്ഷെ ലാലേട്ടൻ വരുന്ന ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ട് ഷാനവാസ് അങ്ങനെ പറഞ്ഞതെന്ന്. ഇനി ഇവരെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് അറിയത്തില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഇത്രയും ഒരു ഒരു പ്രശ്നം. ഇതിന്റെ സീരിയസ്നെസ് ഷാനവാസിന് അറിയാം. ഇത് ഒരു വിഷയമായി കഴിഞ്ഞാൽ എത്രത്തോളം ചർച്ചയാവുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ ആദിലയുടെയും നൂറയുടെയും കൂടെ നിന്ന വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഇവരെ കൂടെ നിൽക്കുമെന്നും അറിയത്തില്ല. അപ്പം ഇത് എങ്ങനെ പോയാലും ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് എടുത്തിട്ട് ചർച്ചയായി കഴിഞ്ഞാൽ ഇത് ആദിലയ്ക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ലാലേട്ടന്റെ വായിൽ നിന്ന് കിട്ടുമെന്ന് ഷാനവാസിന് അറിയാം. ആദിലയ്ക്ക് കൊണ്ടൊരു പങ്കുണ്ടെന്ന് നല്ലപോലെ അറിയാം. കാരണം ആദിലയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതെയാണ് ഇങ്ങനെ ഈ ഒരു കാര്യം നെവിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നിന്റെ വൃത്തികെട്ട കാർഡ് ഇവിടെ ഇറക്കല്ലേ എന്ന്. അനുഭവം ഉണ്ടായിട്ടുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഷാനവാസിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഷാനവാസിന് പേടിക്കാനില്ല. പക്ഷെ ഷാനവാസ് ഇന്നലെ ഈ ഒരു വിഷയം നടക്കുന്നത് വരെ ഇവരോട്, നെവിനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സോറി പറയാം എന്ന് പറയുന്നത് വരെ ഷാനവാസിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു തന്നെയാണ് നിന്നത്. ഇന്നലത്തെ ലൈവിൽ നമ്മൾ കണ്ടതാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരും ഷാനവാസിന് എതിരെ പ്രൊവോക്ക് ചെയ്ത് അത്രയും മോശമായിട്ട് സംസാരിച്ചിട്ട് പോലും അവിടെ നിന്ന് കട്ടയ്ക്ക് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്, സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഷാനവാസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ആദിലയ്ക്ക് വേണ്ടിയിട്ട് ഷാനവാസ് സോറി പറയുവാണെന്നുണ്ടെങ്കിൽ അവിടെ അനീഷുമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അനീഷ്. കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന വ്യക്തിയാണ് ഈ അനീഷ്. റിയാസ് വന്ന സമയത്ത് പോലും അനീഷ് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഷാനവാസിന് എനിക്ക് വിശ്വാസമാണ്, ഞാൻ ഷാനവാസിനെ തള്ളി പറയത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പം ഇവിടെ ഈ സോറി പറയുകയെന്നുണ്ടെങ്കിൽ, കാരണം അത്രയ്ക്കും കട്ടയ്ക്ക് കൂടെ നിന്ന വ്യക്തിയാണ് അനീഷ്. ഷാനവാസിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പൊ ഇവിടെ നെവിന്റെ അടുത്ത് സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ അനീഷിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഷാനവാസ് അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല. കാരണം ഷാനവാസിന് അറിയാം ഇത് ഇവരോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയും കൂടെ ആണെന്ന് ഷാനവാസിന് അറിയാം. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൂടി ഒരു കാര്യം മനസ്സിലാക്കാം, ഇന്നലത്തെ ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാക്കാം. ഇതിൽ ഈ ആദിലയും നൂറയും തമ്മിൽ എന്തൊക്കെയോ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയോ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് വേറെ സത്യം. ഇത് കുറേ ഒന്നാമത്തെ കാര്യം, ലൈവിനകത്ത് കുറേ ട്രിം ചെയ്തും എപ്പിസോഡിനകത്ത് കുറേ കട്ട് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ ലൈവിനകത്ത് കാണാത്ത കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ ഷാനവാസിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം, ഷാനവാസിന് വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളും, അപ്പം ഇതൊക്കെ ലൈവിൽ കട്ടായിരുന്നു. അപ്പം പല കാര്യങ്ങളും അവിടെ നടക്കുന്ന ചർച്ചകളും എല്ലാം ഇത് ബിഗ് ബോസ്, ഈ ഒരു സംഭവം ബിഗ് ബോസ് പോലും കാണിക്കേണ്ട, ജനങ്ങളെ കാണിക്കേണ്ട ഈ ഒരു വിഷയം ഒരു ചർച്ചയാക്കണ്ട എന്ന് കരുതിയിട്ട് ബിഗ് ബോസ് തന്നെ ഇത് കട്ട് ചെയ്ത് കളഞ്ഞൊരു വിഷയമാണ് പിന്നെ ഈ ആദില പൊക്കി പിടിച്ചെടുത്തോണ്ട് വന്നത്. ബിഗ് ബോസ് ഒരു പരിധിയിലൂടെ ഇത് കട്ട് ചെയ്ത് കളയുന്നതിന് ഇവർ എത്രയെന്ന് പറഞ്ഞത് കട്ട് ചെയ്യും. ലൈവിനകത്ത് ഇത് കട്ട് ചെയ്യാൻ വേണം, ലൈവ് രാവിലെ തൊട്ട് ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ വേണം. അപ്പം ഇതിനെല്ലാം സമയവും വേണം, എല്ലാം വേണം. അപ്പം ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഇവർക്ക് സമയം കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ മൊത്തം കുളഞ്ഞു മറിയും. അപ്പം ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതെ നോക്കാതിരുന്നൊരു വിഷയമായിരുന്നത്. അത് വീണ്ടും ഇത് ആദിലയാണ് ഇതിലോട്ട് കൊണ്ടിട്ടത്. ഈ മല്ലിയലയെ തുടങ്ങുന്ന ഒരു വഴക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു കാര്യമില്ലായിരുന്നു. ഈ ആദിലയ്ക്ക് ഈ ഒരു വിഷയം എടുത്ത് ഇതിനകത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ആദിലയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് പറയായിരുന്നു. അപ്പം എന്നിട്ട് ഇവർ അനുവിന്റെ അടുത്തും അവിടെ ഇവിടെ എല്ലാം ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ നെവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല, നെവിന്റെ രീതി ശരിയല്ല. ഇന്നലെ അത് പൊളിച്ച് കൈ കൊടുത്തതാണ് അനുമോളും അതുപോലെ ബെന്നിയുടെയൊക്കെ സ്റ്റാൻഡ് ഇന്നലെയാണ് കേട്ടോ. ബെന്നിയൊക്കെ നല്ല രീതിയിൽ ഒരു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുകയെന്നുണ്ടെങ്കിൽ ബെന്നിയൊക്കെ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായി. ഇന്നലെ ബെന്നി എടുത്ത സംസാരം, ഇന്നലെ ആ ബെന്നി സംസാരിക്കുമ്പോഴത്തേക്ക് അനീഷും ഷാനവാസും അവിടെ ഇരുന്ന് കൈയടിക്കുമായിരുന്നു. കറക്റ്റ് പോയിന്റുകളാണ് ബെന്നി അവിടെ പറഞ്ഞത്, അല്ലേ? അത് എപ്പിസോഡിനകത്ത് ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് കണ്ട ആൾക്കാർക്ക് പിന്നെയും കുറച്ചുകൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ലൈവ് ഡ്രീമാണ്, പക്ഷെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് നെവിന്റെ അടുത്ത് സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഹൗസിലുള്ള എല്ലാവരും ഷാനവാസിന് ഒരേ ഒരു കണ്ണിലൂടെ കാണും, കള്ളൻ എന്നുള്ളൊരു കണ്ണിലൂടെ കാണും. ഇവർക്ക് വേണ്ടിയിട്ട്, ഈ രണ്ട് വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, അതും നൂറ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഈ ഒരു വിഷത്തിന് വേണ്ടിയിട്ട്, ആദിലെന്ന് പറയുന്ന വിഷത്തിന് വേണ്ടിയിട്ട്
അനുമോളെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന പോലെ അനുമോള് നിന്ന പോലെ ഉറച്ചു നിൽക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലെ ഷാനവാസ് ഇത്രയും ദിവസം ഈ ഒരാഴ്ച ഫുള്ള് ഷാനവാസ് പെർഫോം ചെയ്തത് വെറും വേസ്റ്റായി പോകുന്നതാണെങ്കിൽ പറയാം അല്ലേ. ഷാനവാസിന്റെ ഈ ഒരു വിഷയത്തിൽ പുറത്ത് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ അവരോടൊക്കെ ചെയ്യുന്ന ഒരു ചതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനി ഷാനവാസിന്റെ ഗെയിം പ്ലാൻ ആണോ അല്ലയോ നമുക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിനകത്ത് ഷാനവാസ് സോറി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഷാനവാസിന്റെ നിലപാട് ഇനി അവര് പാവങ്ങളാണ്, അല്ലെങ്കിൽ അവരോടുള്ള സഹതാപം കൊണ്ട്, അല്ലെങ്കിൽ പെങ്ങൾമാരാണ് എന്ന് കരുതിയിട്ടാണെങ്കിൽ പോലും സോറി പറയുകയാണെങ്കിലും അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവിടെയാണ് അനുവിന്റെ നിലപാട് നമ്മൾ മനസ്സിലാക്കണം എന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ സോറി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലാലേട്ടൻ വന്ന് ഫയർ ചെയ്തിട്ട് പോലും നിലപാടിൽ നിന്ന് മാറ്റാതെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചൊരു വ്യക്തിയാണ് അനു. ഈ ഒരു വിഷയത്തിൽ അതുപോലെ വേണം, അതുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന്. കാരണം ഇന്നലത്തെ ലൈവും അതുപോലെ റിയാസ് വന്ന എപ്പിസോഡും അതൊക്കെ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ ഏറ്റവും വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഷാനവാസ് ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഷാനവാസായി മാറുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മല്ലിയിലയുടെ ഇഷ്യൂ ആണ് ഈ ഒരാഴ്ച ഫുള്ള് ഷാനവാസ് അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ആഴ്ച ഫുള്ള് കോണ്ടന്റ് ഇതായിരുന്നടേ. അപ്പം ഇത്രയും ചെറിയൊരു ഇഷ്യൂ ഈ ഒരു ആഴ്ച കത്തിക്കണമെങ്കിൽ ഇപ്പം ഷാനവാസ് ഓരോ കാര്യങ്ങളിൽ പ്രതികരണവുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുമായിരിക്കും അല്ലേ. ഗെയിം വേറെ ലെവലിലോട്ടങ്ങ് മാറും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പം